വചനധ്യാനത്തിന് ആധാരമായിരിക്കേണ്ടതിന് വൈദ്യനായ ലൂക്കോസ് എഴുതിയ പുതിയ നിയമത്തിലെ ഏക ചരിത്ര ഗ്രന്ഥമായ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 37-ാം വാക്യം പൊതുവിൽ വായിച്ച് സഹായിച്ചാൽ. മതി. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ നല്ല പിതാവേ, പുത്രന്റെ നാമത്തിൽ ഞങ്ങൾ തിരുമുമ്പിൽ അടുത്തു വരുന്നു. ദൈവശ്വാസീയമായ ഈ വചനത്തിനായി സ്തോത്രം. ഇതിൻ്റെ ഐശ്വര്യ പ്രകാശനത്തിലൂടെ ഈ വചനം ധ്യാനിപ്പാൻ ഏഴകൾക്ക് ദൈവം കൃപ നൽകി സഹായിക്കണമേ. കേൾക്കുന്ന വചനം ഞങ്ങളുടെ ആത്മീക വർധനവിനും ഞങ്ങളിൽ വലിയ പരിവർത്തനത്തിനും സൗഖ്യത്തിനും വിടുതലിനുമായി ദൈവം കാരണമാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. വായിച്ച് കേൾക്കപ്പെട്ടതായ വാക്യത്തിൻ്റെ സമാപന ഭാഗം ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? വാട്ട് ഷാൾ വി ഡു? ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? ഇതാണ് നമ്മുടെ തീം. സ്തോത്രം. വൈദ്യനായ ലൂക്കോസ് പുതിയ നിയമത്തിലെ ഏക ചരിത്ര ഗ്രന്ഥം ചമയ്ക്കവേ സഭായുഗത്തിൻ്റെ പിറവി ദിനവും സന്ദർഭവും സാഹചര്യവും വിശദീകരിക്കവേ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ സിയോൻ മാളിക മുറിയിൽ കൂടിയിരുന്നവരുടെ മേൽ പകരപ്പെട്ട ആത്മാവും അനന്തരം അത് എന്ത് എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയായി തിരഞ്ഞെടുക്കപ്പെട്ട മത്തിയാസ് ഉൾപ്പെടെ ഉള്ള 11 പേരോട് കൂടെ നിൽക്കവേ അതിൻ്റെ മറുപടി പ്രസ്താവനയിൽ പരാമർശിച്ച വാക്കുകൾ യെരുശലേമിലെ 50-ാം നാളിലെ പെരുന്നാളിനു വേണ്ടി വന്നു കൂടിയവർ സിയോൻ മാളിക മുറിയിലെ ആത്മപ്രവാഹത്തിലേക്ക് ശ്രദ്ധ തിരിക്കപ്പെട്ടവരായി അവർ കൂടി വന്നപ്പോൾ അവരോട് അവരുടെ ചോദ്യം ഞങ്ങൾ എന്തു ചെയ്യേണ്ടു? ഞങ്ങൾ എന്തു ചെയ്യേണ്ടു? അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ വൈദ്യനായ ലൂക്കോസ് 3 ഈ പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്, വിട്ടുപോകാതെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഈ പ്രയോഗങ്ങൾ ലൂക്കോസിൻ്റെതല്ല. ഈ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 2-ന്റെ 37-ാം വാക്യത്തിൽ ഈ വാക്ക് കാണാം. ഇത് പറഞ്ഞത് സകല ഭാഷക്കാരുടെ ഇടയിൽ നിന്നും കൂടി വന്ന ഇസ്രയേൽ ഉൾപ്പെട്ടിട്ടുള്ളവർ അവരെങ്ങനെ പലവിധ ഭാഷക്കാരായി എന്നുള്ളത് വിസ്തൃതിയുള്ളൊരു ചരിത്ര ഭാഗമാണ്. അത് പഠിക്കണമെങ്കിൽ 10 ഗോത്രം എവിടെ പോയി എന്ന് പഠിക്കണം. ഇസ്രയേലിൻ ദാവീദിൻ്റെ കൂടാരം പൊളിഞ്ഞു പോയത് എങ്ങനെയാണെന്ന് പഠിക്കണം. അങ്ങനെ ഒത്തിരി ചരിത്രത്തിൻ്റെ ഏടുകൾക്ക് ഇടയിലേക്ക് ഇഴബന്ധമുള്ള ചരിത്ര ഭാഗമാണത്. അവർ ദൈവവചനം കേട്ടു. രണ്ടാമത്തെ കൂട്ടർ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം അതിൻ്റെ 16-ാം അധ്യായം 30-ാം വാക്യത്തിൽ കാരാഗ്രഹ പ്രമാണിയുടെ വീട്ടിൽ വെച്ച് ഇതേ വാക്ക് കാണാം. പൗലോസിനോടും ശീലാസിനോടും ഉൾപ്പെടെയുള്ളവരോട് പറയുന്ന വാക്ക്, യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ എന്തു ചെയ്യേണ്ടു? വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച്, ആദ്യത്തത് ഒരു സമൂഹം മുഴുവനും ചോദിക്കുന്ന ചോദ്യമാണ്, ഞങ്ങൾ എന്തു ചെയ്യണ്ടു?
രണ്ട്, വീട്ടുകാരും കൂട്ടുകാരും വിളിക്കപ്പെട്ടവരും ക്ഷണിക്കപ്പെട്ടവരും. അതിനെ ഇങ്ങനെ പറയാം, അതൊരു കുടുംബയോഗമാണ്. ഒരു കുടുംബം ചോദിക്കുന്നു, ഞങ്ങൾ എന്തു ചെയ്യണ്ടു? നോക്കൂ, അവൻ കാരാഗൃഹ പ്രമാണിയുടെ വീട്ടിൽ ഉള്ളവർ അവർ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം ഞങ്ങൾ എന്തു ചെയ്യേണ്ട, ഒരു കുടുംബത്തിന്റെ ചോദ്യമാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ മൂന്നാമതൊരു വ്യക്തി ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം ശ്ലീഹ പൗലോസിന്റെ ചോദ്യമാണ്. ശൗൽ ഈ മാർഗക്കാരെ ഉപദ്രവിക്കേണ്ടതിന് അധികാരപത്രവുമായി വാഹനമൃഗത്തിന്റെ മുകളിൽ കയറി വരുവേ. ദമസ്കോസിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂര്യനെ വെല്ലുന്ന ഒരു വലിയ വെളിച്ചം നട്ടുച്ചയ്ക്ക് തനിക്ക് ചുറ്റും മിന്നുകയുണ്ടായി. അങ്ങനെ വാഹനമൃഗത്തിന്റെ മുകളിൽ നിന്ന് താഴെ വീണവൻ. എന്ന് വെച്ചാൽ ഈ നാമത്തിന് എതിരെ വമ്പ് പറഞ്ഞ് കൊമ്പുയർത്തി കൊമ്പുകുലുക്കി വന്ന ശൗൽ ദമസ്കോസിന്റെ സമീപെ വെച്ച് തമ്പുരാന്റെ മുമ്പിൽ കൊമ്പുകുത്തി കൊമ്പുരച്ച് അങ്ങ് കീഴ്പ്പെട്ട സമയത്ത് വാഹനമൃഗത്തിന്റെ മുകളിൽ നിന്നൊക്കെ ഈ പ്രകാശം തട്ടി വീണ് കിടക്കുന്ന ശൗലിനെ ഒന്ന് കാണണം. യഹോവയായ ദൈവം ശൗലിന്റെ നേർക്ക് സൂര്യനെ വെല്ലുന്ന ഒരു വലിയ വെളിച്ചം അങ്ങനെ വീണ് കിടക്കുന്നൊന്ന് കണ്ടേ. മിടുക്കൻ അധികാരപത്രം കയ്യിൽ പിടിച്ച് കൊമ്പുകുലിഞ്ഞ് ഞെളിഞ്ഞ് ആ വാഹന മൃഗത്തിന്റെ മുകളിൽ ഇങ്ങനെ ഞെളിഞ്ഞ് ഇങ്ങനെ വരുന്നവനെ കണ്ടോണം. തമ്പുരാൻ അടിച്ച് താഴെയിട്ടു. താഴെയിട്ട കിടക്കുന്ന കിടപ്പ് കണ്ടോണം. എന്നിട്ട് ആ കിടപ്പിൽ വെച്ച് ചോദിക്കുന്ന ചോദ്യം, കർത്താവേ. അതിനെക്കുറിച്ച് ശ്ലീഹ പൗലോസ് തനിക്ക് നേരിട്ട അനുഭവത്തെ കുറിച്ച് ആവർത്തിച്ചു പറയുന്ന 22-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 10 പറയുന്നു. അതിങ്ങനെയാണ്, കർത്താവേ ഞാൻ എന്തു ചെയ്യേണ്ടു? അപ്പോൾ ശ്രദ്ധിച്ച്, ഒന്ന് ഒരു സമൂഹത്തിന്റെ ചോദ്യം, 2 ഒരു കുടുംബത്തിന്റെ ചോദ്യം, 3 ഒരു വ്യക്തിയുടെ ചോദ്യം. ഈ 3ഉം പുറമറ്റത്തെ ഇന്നത്തെ യോഗത്തിനകത്തൊക്കെ ക്ലിക്കാവുമല്ലോ, നമ്മുടെ ഭാഷ പറഞ്ഞ സൂട്ടാകുമല്ലോ. ഒന്ന്, ഒരു സമൂഹം ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. അടുത്തത് ഇവിടുത്തെ കുടുംബങ്ങളോടുള്ള ബന്ധത്തിൽ. 3 വ്യക്തികളോടുള്ള ബന്ധത്തിൽ. വ്യക്തി, കുടുംബം, സമൂഹം. ഈ 3 മേഖലകൾ നിന്ന് ഉയരുന്നൊരു ചോദ്യമാണ്, എന്തു ചെയ്യേണ്ടു? എന്തു ചെയ്യേണ്ടു എന്ന് നിസ്സഹായരായി വിഷമവൃത്തത്തിൽ അകപ്പെട്ട് നിന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എല്ലാം എൻ്റെ ദൈവം നിശബ്ദത പാലിച്ചിട്ടില്ല. അതിനെല്ലാം മറുപടി കർത്താവ് നേരിട്ടും തൻ്റെ ദാസന്മാരിലൂടെയും കർത്താവ് നൽകിയിട്ടുണ്ട്. ആ മറുപടികളാണ് അടുക്കിന് 1, 2, 3 ക്രമത്തിൽ നാം അല്പസമയം ധ്യാനിക്കാൻ പോകുന്നത്. സന്തോഷത്തോടെ ഒന്ന് സ്തോത്രം ചെയ്യാമോ? 1, ഒരു സമൂഹത്തിന്റെ ചോദ്യം. 1-ാമത്തെ പെന്തക്കോസ്ത് യോഗത്തിനകത്ത് നിന്ന് ഉയർന്ന ചോദ്യം. ആമേൻ. 1-ാമത്തെ ചോദ്യം ഒരു കൂട്ടർ ഒന്നിച്ച് ചോദിക്കുന്ന ചോദ്യം. എന്താണ് ചോദ്യം? ചോദ്യം ചോദിക്കാൻ കാരണമുണ്ട്. വാക്യം 37 തുടക്കം മുതൽ ഒന്ന് വായിക്കാമോ? വായിച്ചു വിട്ടാട്ടെ. അത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ എന്ത് ചെയ്തു? കുത്തുകൊണ്ടു. ഏത് കേട്ടിട്ട്? സ്തോത്രം. ആമേൻ. 2-ാം അധ്യായം എടുക്കാം. 2-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഈ ആരാ പറഞ്ഞെന്ന് ഓർക്കണം. സിയോൻ മാളിക മുറിയിൽ ആത്മാവിലായ കൂട്ടത്തിൽ, ആത്മസ്നാനമേറ്റ കൂട്ടത്തിൽ ഈ അപ്പോസ്തലനും ഉണ്ട്. ഈ അപ്പോസ്തലൻ ഉൾപ്പെടെയാണ്. എന്നിട്ട് 11 പേരോടുകൂടെ എന്ത് ചെയ്തു? നിന്നു. എന്നിട്ട് ഉറക്കെ പറഞ്ഞത് എന്തൊക്കെയാണെന്നറിയാമോ? മതി. ഉറക്കെ പറഞ്ഞത് ഇത് എന്താണ് എന്നുള്ളതിൻ്റെ മറുപടി. 2, ഇത് പ്രാപിക്കാൻ എന്തു ചെയ്യണം എന്നുള്ളത്. എന്നിട്ട്
നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ എന്ന് പറഞ്ഞാണ് 36-ാമത്തെ വാക്യം കൊണ്ടുപോയി നിർത്തുന്നത്. ഇത് അവരുടെ അകത്ത് കുത്തുകൊണ്ടു. ഒന്നും കൂടെ പറയാം. യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ ജനന ഉദ്ദേശം, യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ, യേശുവിൻ്റെ ഐഹിക ജീവിതകാലത്തിലെ എല്ലാ പ്രവർത്തികളും, യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ, യേശുവിൻ്റെ ക്രൂശീകരണം, യേശുവിൻ്റെ ഉയർപ്പ്, യേശുവിൻ്റെ അടക്കപ്പെടൽ മരണപാശങ്ങൾക്ക് അവനെ ബന്ധിച്ചു വെക്കുന്ന അസാധ്യമാകുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് യേശുവിൻ്റെ ഉയർപ്പ്, യേശുവിൻ്റെ സ്വർഗാരോഹണം, യേശുവിൻ്റെ വീണ്ടും വരവ് എന്നീ സമ്പൂർണ്ണ സുവിശേഷം അവർക്ക് കൈമാറിയപ്പോൾ ഈ വചനം അവരെ കുത്തി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒന്ന് കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? സ്തോത്രം. പത്രോസ് അപ്പോസ്തലൻ തന്റെ വാക്കുകൾ കൊണ്ടല്ല അവനെ കുത്തിയത്. അവരെ കുത്തണം. ഇന്ന് പുറമറ്റത്ത് സഭായോഗത്തിന് കുറച്ച് ആളുകൾ വരും. അതുകൊണ്ട് നിങ്ങളൊക്കെ ഓരോരുത്തരെ ഇന്ന് തോമാച്ചനും അവറാച്ചനും സൂസപ്പനും ഇട്ടൊക്കെ ഓരോ താങ്ങ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വാക്യമെടുത്തോണ്ടല്ല ആര് വന്നത്. ഞാൻ സഭാ ശുശ്രൂഷയെ പഠിച്ചൊരു പാഠം പറയാം. 4 പേരുടെ മുമ്പിൽ വെച്ച് ഒരാളെ ഫോക്കസ് ചെയ്ത് കുത്തി പ്രസംഗിച്ചാൽ അവനെ പിന്നെ നന്നാക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തെല്ലാം ബ്രദറെ എന്നവനോട് പറഞ്ഞാലും അവൻ്റെ അകത്തൊരു ഈഗോ ഉണ്ടാകും. എന്നാൽ കഴിയുന്നിടത്തോളം വ്യക്തിപരമായി ചെവി അറിയാതെ ബ്രദറെ ഈ വചനമനുസരിച്ച് ബ്രദർ തിരുത്തണം. ബ്രദറിനകത്ത് എന്ത് ചെയ്യണം? ആ വിഷയത്തിനകത്ത് മാനസാന്തരപ്പെടണം. സിസ്റ്ററെ ഈ വാക്യമനുസരിച്ച് തിരുത്തപ്പെടണം എന്ന് വചനം മുമ്പിൽ വെച്ച് പറഞ്ഞു കൊടുത്താൽ ഏത് വ്യക്തിയും തിരുത്തിയെടുക്കാനുള്ള എളുപ്പം. എന്നാൽ ചില കാര്യങ്ങൾ പൊതുവിൽ ചില വിഷങ്ങളൊക്കെ കയറുമ്പോൾ പൊതുവിൽ തിരുത്തേണ്ടി വരും. പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. പരിച്ഛേദനക്കാരൊക്കെ കയറി വരുന്ന ചില പ്രത്യേക വിഷയങ്ങളുടെ പുറത്ത് പൊതുവിൽ. എന്നാൽ ഞാനൊരു കാര്യം പറയാം. എന്നാൽ വചനം തന്നെ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, വചനത്തിനൊരു ശക്തിയുണ്ട്, വചനത്തിനൊരു മൂർച്ചയുണ്ട്. ആ ശുശ്രൂഷയ്ക്ക് ഇടയ്ക്ക് വചനം ഒരാളുടെ ഉള്ളിൽ കൊണ്ടാൽ അതിന് ഒരു ദോഷവും വരത്തില്ല. ഞാൻ ശുശ്രൂഷയെ പഠിച്ചൊരു കാര്യമാണ്. ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ചില തള്ളക്കോഴി, ഈ കുഞ്ഞ് കോഴിയൊക്കെ 21 ദിവസം കഴിഞ്ഞ് മുട്ട വിരിഞ്ഞ് കഴിയുമ്പോൾ ഈ തള്ളയുടെ കാൽ ഇങ്ങനെ ഇരിക്കുന്നു. ഇതും കൊണ്ട് ഈ കുഞ്ഞിനെ ഇങ്ങനെ ചവിട്ടുമ്പോൾ നമുക്ക് തോന്നും ഇത് ഇപ്പം എന്ത് ചെയ്യും. ഇവിടെ എല്ലാവരും ഉണ്ടോ മനസ്സുകൊണ്ട്? ആ ചവിട്ട് കൊള്ളുമ്പോൾ തോന്നും ഇപ്പം ഇത് കുഞ്ഞ് ചാകുമെന്ന്. എന്നാൽ ആ തള്ളയ്ക്ക് അറിയാം എങ്ങനെ ചവിട്ടണമെന്ന്. ഇതുപോലെ വചനം കൊണ്ട്, വചനം താനായി തന്നെ കുത്തുന്നത് ഒരു ദോഷവും വരത്തില്ല. പിടുത്തം കിട്ടുന്നുണ്ടോ? പിടികിട്ടുന്ന ദൈവമക്കളൊന്ന് സ്തോത്രം ചെയ്യാം. ഒരു തൽസ്ഥിതിയിൽ അത് എരുതി എന്ന് പറഞ്ഞ മക്കളെ എന്താണെന്നറിയാവോ? എരിയുന്ന തീ, അതാണ് എന്താ ആ എരുതി. അത് കെടുത്താൻ വേണ്ടി കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചാൽ അത് കെടുവോ പ്രിയരെ? ഇല്ല. അത് കെടാൻ എന്ത് ചെയ്യണം? സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. കരകരക പ്രമാണിയുടെ ഹൃദയം എരുതി പോലെ ഇരിക്കുക. അന്നേരം പൗലോസിന്റെ വാക്ക് എണ്ണ പോലല്ല വെളിപ്പെട്ടത്. പൗലോസിന്റെ വാക്ക് നല്ല തണുത്ത ജലം പോലെയാണ്.
ആമേൻ, നിനക്കൊരു ദോഷവും ചെയ്യരുത്. തണുത്തു. ഞങ്ങളെല്ലാവരും തണുത്തു. പൗലോസ് ഉപയോഗിച്ചൊരു വാക്കുണ്ട് ഫിലേമോന്റെ ലേഖനത്തിൽ, നീ വിശുദ്ധന്മാരുടെയും മാത്രമല്ല എൻ്റെ ഹൃദയത്തെയും എന്ത് ചെയ്തു? എന്തോ ശുശ്രൂഷയാ? ഏത് ശുശ്രൂഷയാ? തണുപ്പിക്കുന്ന ശുശ്രൂഷ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചിലപ്പോൾ മനുഷ്യരാണ്, ഏതെങ്കിലും ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം, എന്നും ഒരേപോലെ കല്യാണം കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന പോലല്ല, എന്തെങ്കിലുമൊക്കെ മനുഷ്യരാണ്. പിന്നെ വേറൊരു വിഷയമുണ്ട്, ഈ പിണക്കം അതിര് കടന്ന് പോകരുത്. പിണങ്ങാതിരുന്നാൽ സ്നേഹത്തിൻ്റെ സുഖം അറിയത്തില്ല. ഞാൻ ഇച്ചിരി കയറി പറഞ്ഞങ്ങ് പോകുന്നതേ ഉള്ളൂ, എൻ്റെ വിഷയത്തിൽ നിൽക്കണം എനിക്ക്. പിണങ്ങിയാൽ പിണക്കുമില്ല ഇണക്കുമില്ല, നിർവികാരിയായി രാവിലെ മുതൽ എന്ത് ചെയ്തു? ആ സ്നേഹത്തിനൊരു പിണങ്ങി കുഴപ്പമുണ്ടാക്കാനല്ല പറഞ്ഞത്. ഒരു പിണക്കം, ഒരു ചെറിയ സൗന്ദര്യ പിണക്കം കഴിഞ്ഞേച്ച് പിന്നെ ഉണ്ടാകുന്ന സ്നേഹത്തിനകത്ത് എന്തുണ്ട്? പിണങ്ങാനല്ല പറഞ്ഞത്. അപ്പൊ ഇത് ഒരേ ലെവലിലല്ല ദൈവം വെച്ചേക്കുന്നത്. ഇതിങ്ങനെ സുഖദുഃഖ സമ്മിശ്രമായി. നമ്മുടെ ഗ്രാഫ് പോയതൊന്നും കണ്ടേ? കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം ഇന്ന് വരെ വന്ന ഗ്രാഫ് പോയതൊന്നും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സ്തോത്രം. ഇടയ്ക്കിടയ്ക്ക് ഒരയുന്ന ഒരു അപ്പച്ചനും അമ്മച്ചിയുള്ള വീട്ടിൽ ഞാൻ വല്ലപ്പോഴും അതുവഴി പോകുമ്പോൾ അവിടുത്തെ കൊച്ചുമക്കൾ പറയും, ഇന്നിവിടെ സ്പാർക്കാന്നാ പറയുന്നത്. അറിഞ്ഞോണ്ട് എൻ്റെ വിഷയത്തിൽ നിൽക്കുന്നു. ഒരു വിഷയത്തെ ഉന്നം വെച്ചാൽ അതിനെ കൈകാര്യം ചെയ്യാൻ എന്താണ്? പാടാണ്. എന്നാൽ നിങ്ങളെ പലരും സർജറിക്ക് വിധേയരായിട്ടുണ്ടോ? ശസ്ത്രക്രിയക്ക് വിധേയരായവർ. ഡോക്ടേഴ്സ് ആ ഡ്രസ്സൊക്കെ നമ്മുടെ വസ്ത്രമൊക്കെ മാറ്റി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്ന സമയത്ത് അവർ വലിയൊരു കത്തി എടുത്തുകൊണ്ട് നമ്മുടെ നിന്നെ കീറാൻ പോവാന്നാണോ? അല്ല, വിഷമിക്കണ്ട. ചെറിയൊരു സർജറി ഉണ്ട്, ചെറിയൊരു വേദന ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞെന്ത് ചെയ്യും? നമ്മളെ നന്നായിട്ട് റിലാക്സ് ആക്കിയിട്ട് നമ്മുടെ മനസ്സിനകത്തുള്ള ആ മാനസിക പിരിമുറുക്കത്തെ അഴിച്ചു വിട്ടിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? സ്തോത്രം, സ്തോത്രം. അപ്പോൾ നമ്മുടെ കുറിവാക്യം, ആ വചനം അവരുടെ ഹൃദയത്തിനകത്ത് എന്ത് ചെയ്തു? കുത്തുകൊണ്ട് കഴിഞ്ഞപ്പോ അവര് പത്രോസിനെ അതിനേക്കാൾ നീളമുള്ളൊരു കുന്തമെടുത്ത് തിരിച്ചു കുത്തിയെന്നാണോ? കുത്തുകൊണ്ടപ്പോൾ അവർ പറഞ്ഞ വാക്ക് എടുത്താട്ടെ, അപ്പോസ്തലപ്രവൃത്തി 2:37 വായിച്ചോ. കുത്തുകൊണ്ടു. ഏത് കേട്ടിട്ട്? സമ്പൂർണ്ണ സുവിശേഷം കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. എന്നിട്ട് ഇത് കേട്ടിട്ട് കുത്തുകൊണ്ട് അവർ പറഞ്ഞ വാക്ക്, ഞങ്ങളുടെ സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ഒറ്റ ചോദ്യം. പത്രോസിന്റെ മറുപടി 7 ഉത്തരം. എന്തു ചെയ്യേണ്ടു? ഉത്തരം 7 അക്കവിട്ട്. സ്തോത്രം. ഒന്നാമത്തെ ഉത്തരം 22:10 അല്ല, ഈ 38 വായിച്ചാട്ടെ. 2:38 വായിച്ചു. 2:38. അപ്പൊ നിങ്ങൾ ഒന്ന് മാനസാന്തരപ്പെടണം. ഇനി 40-ാം വാക്യം വായിച്ചോ. വക്രതയുള്ള തലമുറയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടണം.
ഇനി 47 വാക്യം കൂടെ വായിച്ചു. അപ്പൊ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടണം. ഒന്നാമത്തത്. അത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഇത് സഭയ്ക്കകത്ത് നന്നായി ഈ വിഷയം ഗ്രഹിപ്പിക്കേണ്ടതാണ്. സ്തോത്രം. രക്ഷിക്കപ്പെടാത്ത ഒരാൾക്ക് പുതിയ നിയമത്തിലെ ഒരു കൃപകളും ഒരു വരങ്ങളും ഒരു ആത്മീയ അനുഗ്രഹങ്ങളും പ്രാപിക്കാൻ സാധ്യമല്ല. ക്ലിയർ ആവുന്നോ? സ്തോത്രം. റേഷൻ കടയിൽ നിന്ന് അരി കിട്ടണമെങ്കിൽ റേഷൻ കാർഡ് വേണം, അല്ലേ? പേര് വേണം. ജീവപുസ്തകത്തിൽ പേരില്ലാത്ത ആർക്കും വെറുതെ സമയം പോകും, പൈസ പോകും, വെറുതെ തെറ്റിദ്ധരിക്കപ്പെട്ട്. ഞാൻ ഒരിക്കൽ തിരുവല്ല ബസ് സ്റ്റാൻഡിൽ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളുടെ ശ്രദ്ധ, ഞാൻ കണ്ണ് നോക്കിയല്ലേ പ്രസംഗിക്കുന്നത്, അപ്പം ഔട്ടാകുന്നുണ്ട് ചില ആളുകൾ ഇതിൻ്റെ വെളിയിലേക്ക്. അതുകൊണ്ടാണ് തിരുവല്ല ബസ് സ്റ്റാൻഡിൽ കയറി ഞാൻ ഒരു ബസ്സിൽ ഇരിക്കുക. അന്നേരം ഒരാൾ അപ്പുറത്തിരിക്കുന്ന ഒരാൾ വന്നിരുന്നപ്പോൾ സീറ്റിന് വേണ്ടി ഒരു ചെറിയ തർക്കം മൂത്തു നിന്ന് മുറുമുറുത്തോണ്ട് അവിടെ ഇരിക്കുക. അന്നേരം കൊണ്ട് ബസ് അവിടുന്ന് എടുത്തു. ബസ് എടുത്തേച്ച് നേരെ കോട്ടയം ഭാഗത്തേക്ക് ബസ് തിരിഞ്ഞു. അന്നേരം പുള്ളി പറയാം, നിർത്തുന്നു എന്ന് വെച്ചാൽ ഇദ്ദേഹം പോകാനിരുന്ന തിരുവനന്തപുരം സൈഡിലോട്ടാ. ഇതുപോലെ ബോർഡ് വായിക്കാതെ പെന്തക്കോസിനകത്ത് വന്ന് മുറുമുറുക്കുന്നവരും വഴക്കുണ്ടാക്കുന്നവരും ഉണ്ട്. ആ സമയം പോയി വല്ല കപ്പയുടെ മഴ പെയ്ത് കിടക്കുക, 2 മൂടി കപ്പയെങ്കിലും കിട്ടും. സ്തോത്രം. ഇത് എന്താണെന്ന് വചനം വായിച്ച് ബോധ്യം വരാതെ, അല്ലേ? ആദ്യം നമ്മളൊരു ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നോക്കുന്ന എന്താ? ബസിന്റെ ചന്തമാണോ? അല്ല, ബസിന്റെ ബോർഡാ നോക്കുന്നത്. ചന്തം നോക്കി നിന്ന പുറമറ്റത്ത് വന്നിറങ്ങാൻ പറ്റത്തില്ല. AC ബസ് വന്നു, ഞാൻ അതിൽ കയറി പുറമറ്റത്തേക്ക്. KSRTC സ്റ്റാൻഡിൽ ഇല്ല. തേക്കുംപടി വന്നിറങ്ങണമെങ്കിൽ മലബാറി ഉണ്ട്. ആ നീല വരയുള്ളതൊക്കെ ഓർഡിനറി, നമ്മുടെ ഭാഷയിൽ പറയാം, അത് പണ്ട് അവിടെ അങ്ങനെ പറയുന്നത്, ഓർഡിനറി ബസ്സുണ്ട്. സ്തോത്രം. അതുകൊണ്ട് കറക്റ്റ് ഉപദേശത്തിന്റെ ബോർഡ് വായിച്ച് തിട്ടപ്പെടുത്തിയിട്ട് വേണം എന്ത് ചെയ്യാൻ. അപ്പൊ ഈ വഴക്കാളി ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബസ് മൊത്തം, അതിനുള്ളിലുള്ളവർ മൊത്തം ചിരിച്ചു. ഹല്ലേലൂയ. ഇത് സിയോനിലേക്കുള്ള വണ്ടിയാണ്. സ്തോത്രം. തെറ്റിദ്ധരിക്കപ്പെട്ട ഏതെങ്കിലും സീറ്റിൽ കയറിയിരിക്കാനുള്ളതല്ല. ഒന്ന്, രക്ഷിക്കപ്പെടണം. വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ നിങ്ങൾ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടുന്നവരെ പാസ്റ്റർ സഭയോട് ചേർത്തെന്നല്ല, സ്തോത്രം, അവൻ ഭരണസമിതി ചേർത്തെന്നല്ല, കർത്താവ് സഭയോട് ചേർത്തു. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യും. ആ പ്രയോഗമുണ്ട്, ദിനംപ്രതി എന്നുള്ളൊരു വാക്കില്ല ഇവിടെ. ദിനംപ്രതി എന്ന് വെച്ചാൽ നാളേക്ക് വെക്കത്തില്ലെന്ന്, അടുത്ത സമയത്തേക്ക് വെക്കത്തില്ലെന്ന്. ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ പേർ ജീവപുസ്തകത്തിൽ കയറുന്നതിനും അവൻ്റെ പേര് ആഗോള വ്യാപകമായ അവൻ സത്യസഭയ്ക്കകത്ത് ഉൾപ്പെടുന്നതിനകത്തും നാളേക്കൊരു നീട്ടിവെപ്പില്ല. ആ കാര്യത്തിൻ്റെ കർത്തൃത്വം മുഴുവനും നമ്മുടെ കർത്താവാണ്. സന്തോഷത്തോടെ ദൈവത്തിൻ്റെ മഹത്വം കരേറ്റാം. 2, അവൻ 38, 31 വാക്യമാണ്. ഒന്ന് വേഗം വായിച്ചു.
സ്നാനപ്പെടണം. അതിനി വ്യാഖ്യാനിക്കുന്നില്ല, മുൻപ് ചില മീറ്റിങ്ങുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് 3:39 വാക്യം. ആ ആ ആ ആ എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് എന്ത് ചെയ്യും? ലഭിക്കും. ഹോളി സ്പിരിറ്റിനെ, പരിശുദ്ധാത്മാവെന്നുള്ള ദാനം ആർക്ക്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവ പൈതൽ കാത്തിരിക്കണം. എന്തിന്? ആത്മസ്നാനത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവെന്നുള്ള ദാനത്തിന് വേണ്ടി കാത്തിരിക്കണം. കാത്തിരുന്ന് എന്ത് ചെയ്യുക? അതിനെ പ്രാപിക്കുക. എന്തു ചെയ്യണം? അതിന്റെ 3-ാമത്തെ കാര്യമാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. 4 ആമേൻ. 42-ാമത്തെ വാക്യം വായിച്ചോ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറയുന്നത്, സ്തോത്രം, അത് പിന്നീട് ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ ശ്ലീഹന്മാരുടെ, അപ്പോസ്തലന്മാരുടെ ഉപദേശം അവരെന്ത് ചെയ്തു? കേട്ടു. അവർ എങ്ങനെയാണ് ഉപദേശിച്ചത്, എന്താണ് ഉപദേശിച്ചത് എന്ന് അവരുടെ ലേഖനങ്ങൾക്കകത്ത് വളരെ കൃത്യമായി രേഖപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ ഉപദേശിച്ചതിനെ അപ്പുറത്ത് ഉള്ള ഉപദേശം അത് ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് അവർ തീർച്ചപ്പെടുത്തിയും പറഞ്ഞു. സ്വോത്രം. അപ്പോസ്തലന്മാരുടെ ഉപദേശം, ആ ഉപദേശത്തിൽ അധിഷ്ഠിതമായി, അതിൽ ചാരി, അത് പ്രകാരമുള്ള ഉപദേശമാണ് പുതിയ നിയമസഭയ്ക്ക് നൽകേണ്ടത്. സ്വോത്രം. നമ്മുടെ മനസ്സിന്റെ തോന്നലുകൾ ഉപദേശമാക്കാൻ നമുക്ക് കഴിയില്ല, ഒരിക്കലും കഴിയില്ല. നമ്മുടെ തോന്നൽ പോലെയാണോ യോഗം കഴിഞ്ഞ് വണ്ടി ഓടിച്ച് വീട്ടിൽ പോകുന്നത്? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടത്. ഇന്ന് തോന്നുകയാണ് റോഡിന്റെ വലത്തുവശത്തൂടെ വണ്ടി ഓടിച്ച് ഞാൻ വീട്ടിലേക്ക് പോകാൻ ആത്മാവെന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാലും നിങ്ങൾ പോകുമോ? പോകത്തില്ല. പോയാൽ എന്ത് ചെയ്യും? പോയാൽ പുറകെ അടുത്ത പ്രാർത്ഥനാ വിഷയം വരും. ശരിയായ വശത്തൂടെ പോയിട്ട് തന്നെ നമ്മുടെ റോട്ടിലൂടെ നമുക്ക് പോകാൻ പറ്റുന്നില്ല. പിന്നെ അപ്പോൾ നമ്മുടെ മനസ്സിന്റെ തോന്നലുകൾ ഉപദേശമല്ല. 1-ാം നൂറ്റാണ്ടിൽ മനസ്സിന്റെ തോന്നലുകൾക്ക് ഒത്തവണ്ണം ഉപദേശിക്കാൻ കുറച്ച് ആളുകൾ ഇറങ്ങി. അവരുടെ ഉപദേശത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, അവർ പറഞ്ഞു യഹൂദ മതവും കൂടെ എന്ത് ചെയ്യണം? നേരത്തെ കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ ന്യായപ്രമാണം കൂടെ അനുസരിക്കണം, പരിച്ഛേദന കൂടെ ഏൽക്കണം. നോക്കണേ, അവരങ്ങ് തീവ്രമായി കൊർന്നല്യോസിന്റെ വീട്ടിൽ വെച്ച് കുറെ ആളുകൾ വിടിവിക്കപ്പെട്ട് കഴിഞ്ഞു. കൊർന്നല്യോസിന്റെ വീട്ടിൽ വെച്ച് അവര് ദൈവകൃപയിൽ വന്നതും സ്നാനപ്പെട്ടതും ഒക്കെ കേട്ടപ്പോൾ സന്തോഷിക്കേണ്ട ചിലര് അവിടെ എന്ത് ചെയ്തു? യഹൂദാമതത്തിന്റെ വേര് തപ്പി നിൽക്കുകയാണ്. സ്തോത്രം. പിന്നെ കുറെ പേര് പറഞ്ഞു, സ്വന്തം മനസാറ്റി ചൂട് പിടിച്ചവർ ആരായിട്ട് പറഞ്ഞു, വിവാഹ ജീവിതം, കുടുംബജീവിതം അത് സ്വർഗത്തിൽ പോകുന്നതിന് തടസ്സമാണെന്ന് കുറച്ച് പേര് ഉപദേശിച്ചു. അതിനെക്കുറിച്ച് പൗലോസ് പറഞ്ഞ മറുപടി എന്താണെന്നറിയാവോ? സ്വന്തം മനസാക്ഷി ചൂട് പിടിച്ചവരായി. നിങ്ങൾക്ക് പുസ്തകം അറിയത്തില്ലേ? ഞാൻ പുസ്തകത്തിൽ നിന്നാണ് പറയുന്നത്. കല്യാണം. അപ്പോൾ ആ തോന്നലിനെ വചനം പറഞ്ഞേക്കുന്നത് എന്താണ്? സ്വന്തം മനസാക്ഷിയിലെ നമുക്കിടയ്ക്ക് ചൂടുണ്ടാകും. ആ ചൂട് ഉണർവല്ല. അല്ല, മനസ്സിലാവുന്നുണ്ടോ? ഒരു ചൂട്. അന്നേരം ഇന്ന് യോഗത്തിന് പോകണം, കൈ കട്ടി തകർക്കണം, ആട്ടിച്ച് പൊളിക്കും. ചൂട് പോകുമ്പോൾ നീ എന്തിയേ? ഇത് നമ്മുടെ ചൂടിനനുസരിച്ച് കൊണ്ടുപോകേണ്ടതല്ല. സ്തോത്രം. ഒരു സഭയുടെ പാസ്റ്റർ ഒരു സഭയിൽ ചാർജ് എടുക്കുമ്പോൾ ഒരു 6 മാസത്തെ ഒരു ഉണർവുണ്ട്. ആ ഉണർവിനെ ഞാൻ സഭാ ശിശുവിടെ തല്ലിക്കെടുത്താറുണ്ട്. തല്ലിക്കെടുത്തു അതിനെ. എന്തിനാന്ന് ചോദിച്ചാൽ ഈ ഉണർവുകാർ നമ്മൾ പോകുമ്പോൾ കാണത്തില്ല, കപ്പും കൗളും വീർപ്പിച്ചായിരിക്കും അന്നേരം ഇരിക്കുന്നത്. ഉണർവ് കാണേണ്ടത് ആ സഭയുടെ ഉപദേശി ഇവിടെ ശുശ്രൂഷാകാലം തികച്ച് അവിടുന്ന് പോകുമ്പോഴും നിനക്ക് കൈ കൊടുക്കാൻ പറ്റുന്ന കൊടുക്കലേ ആദ്യം മുതൽ കൊടുക്കാവൂ.
ഇവിടെ എല്ലാവരും കേൾക്കുന്നോ? ആ, എന്ന് വെച്ചാൽ ബന്ധങ്ങൾ എന്ത് ചെയ്യണം? ഒരു രാത്രി കൊണ്ടോ ഒരു പകല് കൊണ്ടോ ഒരു യോഗം കൊണ്ടോ അറ്റുപോകരുത്. സ്തോത്രം, സ്തോത്രം, ആമേൻ, സ്തോത്രം. ഈ പലവരുടെയും ജീവിതത്തിലെ പരാജയത്തിന്റെ ഒരു കാരണം, പലവരും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ഞങ്ങൾ ഈ വിവാഹത്തിന് മുൻപെടുക്കുന്ന ക്ലാസ് ഉണ്ട്. പ്രത്യേകിച്ച് അതിനുള്ള ട്രെയിനിങ് ലഭിച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, നമ്മളെ തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. ചിലർ സ്നേഹം മൂക്കുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ എന്ത് ചെയ്യുന്നറിയാവോ? ആ മുഴുവൻ ഹിസ്റ്ററി, കോളേജ് ഹിസ്റ്ററി മുഴുവൻ സാധനവും സ്നേഹത്തിൻ്റെ നിറവിൽ അങ്ങ് കുടഞ്ഞിടും ചെറുക്കൻ്റെ മുമ്പിൽ. അവൻ തിരിച്ചും കുടഞ്ഞിടും. ഈ സാധനത്തിൽ നിന്നാണ് പിന്നീടുള്ള അടിക്കുള്ള ആയുധം മുഴുവൻ എന്ത് ചെയ്യുന്നത്. പറഞ്ഞു വൃത്തം കിട്ടിയോ? ഇനിയും പരത്തി പറയണോ? മനസ്സിലായോ? ഇനിയും പറയണോ? വേണ്ടല്ലോ, കാര്യം വൃത്തം കിട്ടിയല്ലോ. ആ ആദ്യത്തെ ദിവസം തന്നെ എന്ത് ചെയ്യും? ഇത് ചിലർക്കിത് പ്രത്യേകിച്ച് അടിസ്ഥാനം വരെ തോണ്ടിയെടുക്കാൻ കഴിവാണ്. അവർ തൂമ്പായും കൊണ്ടാണ് വരുന്നത്. എന്ത് ചെയ്യും? എന്നിട്ട് ആ സാധനം ലൈഫിന്റെ ഉടനീളം, നമ്മുടെ ഭാഷയെ പറഞ്ഞ ഒരു വിലാപ്പുറത്ത് മുള്ളായി കിടക്കും. അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉണർവ് അപ്പോസ്തോലിക ഉപദേശത്തിന് അധിഷ്ഠിതമായിരിക്കണം. 5 42 വാക്യം ഒന്ന് വായിച്ചോ. കേട്ടു? എന്തോന്ന്? കൂട്ടായ്മ ആചരിച്ച്. കൂട്ടായ്മ എന്ന വാക്കിന് കൊയിനോനിയ എന്ന ഗ്രീക്ക് വാക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കാന്തത്തോട് കാന്തത്തരിക്കുള്ള ബന്ധം എന്ന് വെച്ചാൽ മാഗ്നറ്റ് അല്ലെ, കാന്തം എടുത്ത് ഇവിടെയുള്ള മിറ്റത്ത് കൊണ്ടുപോയി വെച്ചാൽ അതിലേക്ക് കുറെ കറുത്ത തരികൾ എന്ത് ചെയ്യും? ആകർഷിക്കപ്പെടും. കൂട്ടായ്മയുടെ 2 വശമുണ്ട്. ഒന്ന്, നാമും ക്രിസ്തുവേശുവുമായുള്ള കൂട്ടായ്മ. 2, പലരായ നാം ക്രിസ്തുവിൽ. ഈ കൂട്ടായ്മ ബന്ധം കളങ്കം വരുന്ന ഇടപാടുകൾ എന്ത് ചെയ്യരുത്. ഈ കർത്താവ് വെച്ചിരിക്കുന്ന ഒരു അലൈൻമെന്റ് ഉണ്ട്. ഈ വണ്ടികളുടെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട്, അകലം എന്ന് വെച്ചാൽ 1 കിലോമീറ്റർ അകലത്തിൽ നിൽക്കണമെന്നല്ല. ഈ ക്രിസ്തീയ ബന്ധം പലയിടത്തും നഷ്ടപ്പെടുന്നത് അവരതിൻ്റെ ഉള്ളിൽ കയറി ചിട്ടിക്കമ്പനി തുടങ്ങും. ഒരു 100 പേരുടെ അപ്പുറത്തുള്ള സഭകൾ വളരുന്നതിന് കാരണം, ബാംഗ്ലൂരൊക്കെ വളർന്ന സഭകളുണ്ട്, ഹൈദരാബാദിൽ വളർന്ന സഭയുണ്ട്, സതീഷ് പാസ്റ്ററുടെ ചർച്ച് വളർന്ന സഭകളുണ്ട്. കാര്യം ഒരു കണക്കിന് തമ്മിൽ അറിയാതെ ഇരിക്കുന്നത് നല്ലത്. അറിയണം. സ്തോത്രം. ചിലപ്പോൾ അതിനകത്ത് വേണ്ടാത്തത് ഒരു കൂട്ടായ്മയ്ക്ക് ചെന്നു, ക്രിസ്തുവിലുള്ള ബന്ധം, അവിടെ നമ്മൾ ആശീർവാദം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തോടെ അവിടെ നിന്ന് എന്ത് ചെയ്യണം? വിടണം. പിന്നെ അവിടെ ഇരുന്ന് അവരുടെ വ്യക്തിപരമായ വിഷയങ്ങളെ മാന്തി കയറി നമുക്ക് തോന്നും, പാസ്റ്റർ പോലും ഇതുവരെ എൻ്റെ വിഷയങ്ങൾ ചോദിച്ചില്ലല്ലോ. ഇത് പോകത്തില്ല. ഈ പോക്ക് കാണുമ്പോൾ അറിയാം ഇത് തല്ലിപ്പിരിയുമെന്ന്. പണ്ട് ഞാനിരുന്നൊരു സഭയില് നിർത്താൻ പോവാ. 2 കുടുംബങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര സ്നേഹം. അവർ കണ്ടത്ത് വരുമ്പത്തൂടെ വരുന്നത്. എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്, ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടത് വരമ്പല്ലേ, 2 പേർക്കും ഒന്നിച്ച് വരാനുള്ള വീതിയില്ല, ഇത് കുഴി വീഴുമെന്ന്. അങ്ങനെ വരുന്നത്. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ഉണ്ട്, എനിക്ക് ദൂരെ നോക്കിയാൽ, ഹോളിൽ നോക്കിയാൽ ഇവരുടെ വരവ്, ഇവരൊക്കെ വരുന്നത് എനിക്ക് കാണാം. ഇന്ന സ്ഥലമാണ്. ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അകലത്തിൽ. ഞാൻ അനങ്ങാൻ പോയില്ല. നമ്മളിതിൽ ചിലരുടെ ചിന്ത നമ്മളിതൊന്നും അറിയുന്നില്ലെന്നാ. എല്ലാം അറിയുന്നുണ്ട്, എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ എല്ലാത്തിലേക്കും അറിഞ്ഞുടനെ ചാടത്തില്ലെന്നേ ഉള്ളൂ.
എൻ്റെ സമയത്തിനെ എന്ത് ചെയ്യത്തുള്ളൂ. ഞാൻ മിണ്ടാതിരുന്നു. ഒരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ ഉണ്ട് മോങ്ങി കരഞ്ഞോണ്ട് ഒരാളെൻ്റെ അടുത്ത് വന്നു. ഓ ശരി. അപ്പോൾ മറ്റേ ആൾ വന്നെന്നറിഞ്ഞപ്പോൾ മറ്റേ ആളും എന്ത് ചെയ്തു, വന്നു. എന്നിട്ട് ഞാൻ അവർക്ക് കൊടുത്തൊരു മറുപടി, നിങ്ങൾ ഒരായുസി സ്നേഹിക്കേണ്ടതെല്ലാം സ്നേഹിച്ച് തീർത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ, ഇപ്പം ഇരിക്കുന്ന പോലെ കുറച്ച് ദിവസം ഇരിക്കുക, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പരിഹാരം ഉണ്ടാക്കാം. ക്രിസ്തുവിലുള്ള സ്നേഹം, ആ സ്നേഹത്തിൻ്റെ അതിനെ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു തലത്തിലേക്ക് അതിരുകടക്കാൻ പാടില്ല. ഒന്നും കൂടെ ഞാൻ പറയുന്നു, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു കൂട്ടായ്മയുണ്ട്. സ്തോത്രം. അത് എന്തിനു വേണ്ടിയുള്ള കൂട്ടായ്മയാ? എന്തിനു വേണ്ടിയുള്ള കൂട്ടായ്മയാ? ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാൻ, ഒന്നിച്ച് ദൈവത്തെ സേവിക്കാൻ, സ്തോത്രം, ഒരുമിച്ച് കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നിൽക്കാൻ. ഈ ബന്ധം എന്തിനുള്ള ബന്ധമാണ്? ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയുള്ള ബന്ധമാണ്. ഈ ബന്ധം നമുക്ക് കച്ചവടം നടത്താനുള്ള ബന്ധമല്ല. ഈ ബന്ധത്തിനകത്ത് വേറെ ഒരു ലക്ഷ്യമുണ്ടാകരുത്. ഈ ബന്ധം ക്രിസ്തീയ ബന്ധമാണ്. അതങ്ങനെ നിൽക്കണം. അതിനകത്ത് പല കൃഷികളും തുടങ്ങുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഹല്ലേലൂയ, കുറഞ്ഞു, കുഴപ്പമില്ല. അടുത്തത് 42-ാം വാക്യത്തിൽ അവർ അപ്പം നുറുക്കി, അല്ലേ? അപ്പം നുറുക്കി എന്തിനാ? ഇവിടെ ആരും ഇല്ലയോ? എന്തായാലും ഇപ്പോഴും നുറുക്കാൻ പോവാ, ഇച്ചിരി നേരം കഴിഞ്ഞാൽ നുറുക്കാൻ പോവാ. ഈ അപ്പം നുറുക്ക് എന്തിനാ? ഉപവാസ പ്രാർത്ഥന തീർക്കുന്നതിൻ്റെ ലക്ഷണമാണ് അപ്പം നുറുക്ക്. ഈ കഴിഞ്ഞ ദിവസത്തെ ബൈബിൾ ക്ലാസ്സിൽ ഞാനിവിടെ ചോദ്യം ചോദിച്ചു. മക്കളെ ഇങ്ങോട്ട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇതായിരുന്നു. നമ്മൾ ഭൂരിപക്ഷ ആളുകളും പല ആളുകളും പള്ളി വിട്ട് ഇറങ്ങി വന്നവരാണ്. പള്ളി വിട്ട് ഇറങ്ങി വന്നവരോട് മാത്രമാണ് ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ടാണ് വലിയ പള്ളി, നല്ല കുടുംബ കല്ലറയൊക്കെ ഉണ്ടായിരുന്ന ആ പള്ളി വിട്ട് ഈ പെന്തക്കോസ്തിൽ വന്നതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ട് വന്നു? അപ്പോൾ ചിലരൊക്കെ പല കാരണങ്ങൾ പറഞ്ഞു. അത് കാരണം നല്ല കാരണങ്ങളാണ്. ബാക്കി കേൾക്കണമെങ്കിൽ അതുപോലുള്ള ബൈബിൾ ക്ലാസ് വൈകാതുണ്ട്, അതിനകത്ത് വന്നാൽ മതി. ഇവിടെ നിർത്തുക. ഇനി അപ്പം നുറുക്ക് എന്തിനാണ്? ഒന്ന്, യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ഓർമ്മ. യേശു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് എന്ത് ചെയ്യാൻ? ഓർക്കാൻ. പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരമാണെന്ന് സന്ദേശം. യേശു ക്രിസ്തുവും നാമും തമ്മിലുള്ള കൂട്ടായ്മയെ വിളംബരം ചെയ്യുന്നത് പാപമോചനത്തിന് വേണ്ടിയുള്ളതല്ല. അടുത്തത് 42-ാം വാക്യം, അവർ പ്രാർത്ഥന കഴിച്ചു പോന്നു. അപ്പോസ്തല പ്രവൃത്തിയിലെ എല്ലാ പ്രാർത്ഥനയും ഒന്ന് നോക്കിയേ, ലേഖനങ്ങളിലെ പ്രാർത്ഥന നോക്കിയേ, ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല. ആ പ്രാർത്ഥനകളെല്ലാം ആത്മീക വർധനവിന് വേണ്ടി, കൃപാവരങ്ങളെ ചോദിച്ചും, ആമേൻ, ശുശ്രൂഷയുടെ അടുത്തൊരു നിലയ്ക്ക് വേണ്ടിയും, ആമേൻ, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിയെ ഓർത്തുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥന എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ആക്രാന്തവും നമ്മുടെ ആവേശവും നമ്മുടെ പരവേശവും നമ്മുടെ എന്തുവാ ആർത്തിയും ഒക്കെ അതൊക്കെ ആർത്തിയോടെ അത് വിളമ്പുന്ന ഒരു സന്നിധിയാണ് ദൈവസന്നിധി എന്ന് കാണണ്ട. നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കേണ്ടത് ഷോർട്ടായിട്ട് അറിയിക്കുന്നത് നല്ലതാണ്. വചനം എങ്ങനെയുണ്ട്? നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങോട്ട് ശ്രദ്ധിച്ച മക്കളെ, ഒരു സൈക്കിൾ ആവശ്യമാണെങ്കിൽ, വെക്കേഷനല്ലേ, കർത്താവേ എനിക്ക് കുറച്ച് ദൂരമൊക്കെ, എൻ്റെ വീട് കുറച്ച് ഉള്ളിലാണ്, എനിക്ക് നടക്കാൻ വയ്യ, എനിക്കൊരു സൈക്കിള് അത്യാവശ്യമാണ്, അത് ലഭിക്കേണ്ടതിന് വേണ്ടി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇത്രയും പറഞ്ഞ് പിടുത്തം വിട്ടോണം. നമ്മുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം? അല്ലാതെ അതിനകത്ത് വവ്വാല് തൂങ്ങിക്കിടക്കുന്ന പോലെ ഞാൻ പിടിച്ചു തന്നേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ. പണ്ട് അടുത്ത ഹോളില്, സഭാ ഹോളില് വെള്ളത്തിന്റെ കണക്ഷൻ കിട്ടാൻ വേണ്ടി ഒരു പാസ്റ്റർ ഉപവാസം ഇരുന്നു. ആ വെള്ളം ഇവിടെ വരാതെ ഞാൻ എന്ത് ചെയ്യത്തില്ല, വെള്ളം കുടിക്കത്തില്ല.
പിന്നെ പുള്ളി മയങ്ങി വീണു. പിന്നെ വേറെ വെള്ളം കൊടുക്കേണ്ടി വന്നു. ഇങ്ങനൊന്നും കഠിന തീരുമാനമൊന്നും എടുക്കരുത്. ശ്വാസം വിടാതെ ഉപവസിക്കുന്നൊന്നും എന്ത് ചെയ്യരുത്, തീരുമാനം അങ്ങനൊന്നും എടുത്തു കളയരുത്. ഇതിന് എല്ലാം ബൈബിളിൽ കൃത്യമായിട്ടുള്ള മാനദണ്ഡമുണ്ട്. പ്രാർത്ഥന കഴിച്ചു. ഈ 7 അടിസ്ഥാന ഉപദേശങ്ങൾ 7 എണ്ണമേ ഇവരുടെ മുമ്പിൽ വെച്ചുള്ളൂ. ഈ 7ന്റെ പിരിവാണ് ബാക്കിയുള്ള ലേഖനങ്ങൾക്കകത്തെല്ലാം ഉള്ളത്. ഈ 7നകത്തേക്ക് സൂട്ടാക്കാവുന്നതേ ഉള്ളൂ. എല്ലാ ലേഖനത്തിലും നിങ്ങൾ മുഴുവൻ വാക്യം കൊണ്ടുപോകാൻ എൻ്റെ അടുത്ത്, ഞാൻ ഈ 7നകത്ത് സൂട്ടാക്കി തരാം. ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു? നിങ്ങൾ ഈ അടിസ്ഥാന ഉപദേശത്തിൽ നിൽക്കണം. കണ്ണുകൾ അടയ്ക്കാം. പുറമറ്റം സഭയോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ കൈമാറുന്ന വചന സന്ദേശം, നിങ്ങൾ അടിസ്ഥാന ഉപദേശങ്ങൾക്കകത്ത് ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവേ, പുത്രന്റെ നാമത്തിൽ അടുത്ത് വരുന്നു. കേട്ട ദൂതിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. വചനാനുസൃതമായ ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.